ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ മൈൻക്രാഫ്റ്റ് എപ്പിസോഡിൽ ആഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരായാലും മുന്നേ കാണുന്നവരായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഇന്നലെയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീടൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ സ്റ്റാർട്ടർ വൈസ് ആണ്. ഇനി ഇത് നമ്മൾ പുത്തിക്ക് അടിപൊളി വീടാക്കും. പക്ഷേ ഈ വുഡ് വെച്ചായിരിക്കില്ല, അല്ല സ്പ്രൂസ് വുഡ്. ഓക്കെ, ഇന്നലെ ഞാൻ ചെറിയൊരു ഉണ്ടാക്കിയായിരുന്നു. ഉണ്ടാക്കിയപ്പോൾ തറക്കല്ലിടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോൺ ഒന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കുഴിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വിചാരിച്ചിങ്ങനെ ചെയ്തു. ഇനി ഇത് നമ്മളിവിടെ മാറ്റി. ഇവിടെ മറ്റേ നമ്മുടെ ഒരു ടൈപ്പ് ബ്ലോക്ക് ഉണ്ടല്ലോ, ചുവന്നുള്ള ഗ്രീൻ, ആ ബ്ലോക്ക് വെച്ച് നമ്മളെ കിട്ടില്ല നമ്മൾ. ഓക്കെ, ദെൻ ഇതിൽ നമ്മളൊന്ന് അയൺ ആർമർ ആവണം. ഇതാണ് നമ്മുടെ വീടിൻ്റെ മേലത്തെ ലുക്ക്. ഇന്നലെ എനിക്ക് മറ്റേ ഇവിടെ കുറച്ച് വെള്ളം ചപ്പളം കിട്ടിയായിരുന്നു, ഒരെണ്ണമായിട്ടുള്ളൂ. ഇന്ന് നമ്മൾ ഫുൾ അയൺ ആർമർ ആവും. അതാണ് ഞാൻ ശ്രമിക്കുന്നത്. അതെ, നമുക്കൊന്ന് അയൺ ആർമർ ആവണം. ഇപ്പം എന്തായാലും അത്രയാണ്. നമുക്കത് കിടക്കാനും പറ്റുന്നില്ല. ഇതെന്തോന്ന് രാത്രി ആവുന്നതേ ഉള്ളൂ. ഓക്കെ 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 ഇപ്പം ഉറങ്ങാൻ പറ്റുമോ? ഇല്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രിയായിട്ട് ഇപ്പോഴും ഉറങ്ങാൻ പറ്റില്ല. എന്തായാലും ഞാൻ അതെനിക്ക് ഇതിപ്പോൾ ഡ്രോപ്പ് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ബ്ലോക്ക് കിട്ടിയത് കാരണം നമ്മൾ വയ്ക്കുന്ന അടിയിൽ ചിലപ്പം ഇവൻ ദൂരോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇവൻ ഇവിടെ നിന്ന് അനങ്ങൂല. നമുക്ക് അവനെ ഇവിടെ നിന്ന് തന്നെ അങ്ങ് തീർത്തവൻ. എനിക്ക് ആ ട്രേഡിൻ്റെ വേണം. ട്രേഡ് ഞാൻ ഡ്രോപ്പ് ചെയ്താ അവൻ ട്രേഡിന് ഡ്രോപ്പ് ചെയ്തില്ല. അവൻ നമ്മളെ പറ്റിച്ച്. പക്ഷേ നമുക്ക് എന്തായാലും ബ്ലാക്ക് തന്നെ നമുക്കിപ്പോൾ അതൊന്നുമല്ലായിരുന്നു. ഇപ്പം നമുക്ക് മൈനിങ് ആണ് വലുത്. ഇപ്പം മൈനിങ് ചെയ്തിട്ട് വേണം അയൺ ആർമറൊക്കെ. വേറൊരു കാര്യം മറക്കരുത്, നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങനത്തേക്ക് ഇനി ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഒരു മൈനിങ്ങിന് പോയി വരുമ്പോൾ തന്നെ ഇവിടെ പ്ലാൻ ഇടും. പിന്നെ ഇവിടെ എന്തിനത് വേറെ വെച്ചേക്കുന്ന വെറുതെ സ്ട്രിപ്പ് ഒക്കെ കെടുത്തിട്ട് എന്തിനാണ് ഇവിടെ വയ്ക്കുന്നത്? പൊട്ടത്തരം മഴ നമ്മൾ. ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്തെടുക്കാം. വെയിറ്റ് ആൻഡ് സീ. നമ്മളിവിടെ എന്താ ഡെക്കറേറ്റ് ചെയ്യാം. വെക്കാം. നമുക്ക് കുറച്ചുകൂടി ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങോട്ടങ്ങ് ചെല്ലാം. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് ബ്ലോക്ക് എടുത്തായിരുന്നു. നമുക്ക് കുറച്ച് താഴെ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇത് പൊട്ടിക്കാം. ഓക്കെ, ഈ ഒരു ബ്ലോക്ക് നമുക്ക് പൊട്ടിക്കാം. ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് താഴോട്ട് പോകണം. നമുക്ക് ഇവിടെ ലൈറ്റ് കൊണ്ട് വെക്കാം. കുറച്ച് താഴെത്തിട്ട് അയണ് കിട്ടി. അങ്ങനെ അടുത്ത ഒരയണ് കിട്ടിയിരിക്കുന്നു. ഒന്നുമല്ല, അല്ല ഇനിയുണ്ട് രണ്ടാണ്. വേറെ ഇല്ലല്ലോ. അല്ലല്ല, അതുകൊണ്ട് ഇത്രയും ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ പരിശോധിക്കണം എല്ലാം കണ്ടു. നീ വേണോ? ഇവിടെ എത്ര നോക്കാം. ഇനി വേറെ എവിടെയെങ്കിലും കാണാമെന്ന് അറിയില്ല. അതാ ഇവിടെ കോഴി ഇരിപ്പുണ്ട്. എനിക്ക് വയ്യ. അയണിന്റെ പെരുമഴ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന്. അപ്പൊ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ തന്നെ ഞാൻ ഫുൾ അയൺ ആർമർ ആവുമെന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ എത്ര കേട്ടാറുണ്ട്.
ലൈറ്റ് ഇവിടെ വയ്ക്കാം നമുക്ക്. ഇനി അങ്ങോട്ട് താഴോട്ട് പോകാം. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് പോകാം. ഇവന് ജലദോഷം ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ കുറച്ച് നാളത്തേക്കായിട്ട് ഞാൻ വീഡിയോ പറഞ്ഞായിരുന്നല്ലോ. അതാ കാര്യങ്ങൾ അങ്ങനെ ഇരിക്കണം. ഓക്കെ, നമുക്കൊന്നത് മുഴുവൻ പൊട്ടിക്കട്ടെ. ഞാൻ നമ്മള് കുറച്ചൊരു കുത്തുന്നപ്പോ നമുക്ക് ലാപ്പിസും കിട്ടി. ഇതോടെ അയൺ ഇരിക്കുന്നു. എനിക്ക് വയ്യ. ഈ ലാപ്പിസ് സ്റ്റോൺ പറ്റും. ഈ ലാപ്പിസ് നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. ഇപ്പൊ നമുക്ക് ആവശ്യം അയണാണ്. അപ്പൊ നമുക്ക് അയണാണ് കൊടുത്തെടുക്കാം. ഞാൻ പറഞ്ഞു 16-ാണെങ്കിൽ കുറെ കിട്ടും. പക്ഷെ കുറച്ച് പേര് എനിക്ക് പോയിട്ട് വന്നു. പക്ഷെ അത് ഞാൻ വലിയ കാര്യമാക്കുന്നില്ല. നല്ല രീതിക്ക് നമ്മളൊരു അയൺ ആർമർ ആവാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടി കഴിഞ്ഞു. ഇവിടുത്തെ അയൺ കഴിഞ്ഞു. പക്ഷെ എന്നാലും ഒരു ഇതിനൊക്കെ ഉള്ള സംഭവം വേണ്ടേ, പിക്കാക്സും സ്റ്റോൺ ഇത് ഉണ്ടാക്കാനുള്ള. അപ്പൊ അതിനു വേണ്ടി നമുക്ക് കുറച്ചുകൂടി കുറച്ച് അയൺ കൂടി വേണം. ഞാൻ അതൊന്ന് ഒപ്പിച്ചോട്ടെ. അതൊന്ന് ഒപ്പിച്ചിട്ട് ചെയ്യാം.
എൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കൊണ്ടുവന്നത് അയൺ മുഴുവൻ ചൂടാക്കുന്നുണ്ട്. ഇത് ഓൾറെഡി ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഇനി ഇത് ഞാൻ തിരിച്ചുന്ന സമയത്തേ ആ വെള്ളത്തിൻ്റെ അവിടെ തന്നെ തിരിച്ചു കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയപ്പോൾ പിന്നെയും കുറച്ച് താഴെ കിട്ടി. പിന്നെ അതുകൂടെ ഒന്ന് എടുത്തേക്കാൻ വിചാരിച്ചു. അങ്ങനെ എടുത്തു. ഞങ്ങൾ കുറേ ആണോ ഇപ്പം ഇനി ഇത് വന്നിട്ട് വാരായിട്ട് മൂന്നെണ്ണം ഇവിടെ 16 വയ്ക്കാം. ഇവിടെ ഇത് വെച്ചിട്ട് ഇവിടെ 16 2 എക്സ്ട്രാ നിൽക്കാം. ഇവിടെ 2 എക്സ്ട്രാ കൊടുത്ത് ഒരു കോയിലും കൊടുത്ത് സെറ്റ്. നമുക്ക് എല്ലാം കൂടി ഒന്ന് ആ വട്ടി ഇത് മുഴുവൻ സ്മെൽട്ടാണ്. എങ്കിൽ ബാക്കിയെല്ലാം ഉണ്ടാക്കാം. ഒരു 52 ഒഴികെടുത്തു. ഇനി നമുക്ക് നമ്മുടെ 6 ഉണ്ടാകാം. ഒരു ഹെഡ്ലൈറ്റ്, ഒരു ജസ്റ്റ് ഒരു ലെഗിൻസ്, ഒരു മൂന്ന്. ഇത് മുഴുവൻ നമുക്ക് വരില്ല. നമ്മളെ സംബന്ധിച്ചുള്ള ആർമറായിട്ടുണ്ട്. ഇത് പോരല്ലോ നമുക്ക്. ഒരു ഷീൽഡ് എടുക്കണം. ഇത് മാത്രം മതിയാ? ഇനിയും ഒരു സാധനം കൂടി. ഒരു പിക്കാക്സ്, ഒരു സോഡ്, ഒരു ആക്സ്. അയൽക്കാരെ ഉണ്ടെന്നും പറഞ്ഞ് ചുമ്മാ ഓരോ സാധനം ഉണ്ടാക്കാൻ പാടില്ല. ഈ അവസാനം കൈബെടുവാതെ ഇല്ല. നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോർ ചെയ്യാം. എല്ലാ ബ്ലോക്സും നമുക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ, ബാക്കി എല്ലാം നമുക്ക് അത് പേഴ്സും കയറും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ